ഹായ് ഹലോ ഫ്രണ്ട്സ്, ആദ്യമായാണ് മൂവി ടൈംസിൻ്റെ ഒരു OTT അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നിങ്ങളുടെ വിലയേറിയ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മൂവി അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് പൊന്മാൻ എന്ന മൂവിയാണ്. ബേസിൽ ജോസഫ്, സജിൻ കോബി, ലിജിമോൾ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മികച്ച പ്രേക്ഷക നിരൂപ പ്രശംസ നേടിയ ചിത്രമായിരുന്നു പൊന്മാൻ. ജനുവരി 30 ചിത്രം തിയേറ്ററിൽ എത്തിയത്. ഹിന്ദു ഓപ്പൻ്റെ 4 ചെറുപ്പുകാർ എന്ന നോവലിനെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു പൊന്മാൻ ഒരുക്കിയിരുന്നത്. ഇപ്പോഴത്തെ പൊന്മാൻ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏജൻറ് എന്ന സിനിമയെ പറ്റിയാണ്. അഖിൽ അഗ്നിനി, മമ്മൂട്ടി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുരേന്ദ്ര റെഡ്ഡി സംവിധാനം ചെയ്ത് തെലുങ്കിലും മലയാളത്തിലുമായി പുറത്തിറങ്ങിയ ഏജൻറ് സിനിമ റിലീസ് ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് OTTയിലെത്തുന്നത്. ഒരു സ്റ്റൈലിഷ് ത്രില്ലർ ആക്ഷൻ മൂവിയായിട്ടാണ് ചിത്രം OTTയിലെത്തുന്നത്. ഇപ്പോൾ ചിത്രം സോണി ലൈവിൽ അവൈലബിൾ ആണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ആസാദ് എന്ന സിനിമയാണ്. അജയ് ദേവ്ഗൺ, അമൻ ദേവ്ഗൺ, റാഷ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ആസാദ്. ഇപ്പോൾ ആസാദ് OTTയിൽ എത്തിയിട്ടുണ്ട്. അഭിഷേക് കപൂറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനുവരി 17 ചിത്രം തിയേറ്ററിൽ എത്തിയിരുന്നത്. ഇപ്പോൾ 1 മാസത്തിന് ശേഷമാണ് ചിത്രം OTTയിൽ വരുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചിത്രം OTTയിൽ അവൈലബിൾ ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജാതി ജാതകം എന്ന സിനിമയാണ്. വിനീത് ശ്രീനിവാസനെ കേന്ദ്ര കഥാപാത്രമാക്കി M. മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം ജനുവരി 31 തിയേറ്ററിൽ എത്തിയത്. നിഖില വിമൽ, യദു പ്രശംസ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. തിയേറ്ററിൽ വിജയിച്ച ചിത്രം OTTയിൽ എത്തുന്നത് 1 മാസത്തിന് ശേഷമാണ്. ഇപ്പോൾ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഇന്നലെയായിരുന്നു OTTയിൽ വരുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയും OTTയിൽ എത്തിയിട്ടില്ല. പ്രേക്ഷക പ്രശംസ നേടിയ ഒരു കോമഡി എൻ്റർടൈനർ ചിത്രമായതുകൊണ്ട് തന്നെ ഒരു ജാതി ജാതകം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേമാതിരത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.